ഇപ്പൊ ചാമൂഹി ആദ്യം അകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് ഇവിടെ കാറി ഇരുന്നോണ്ട് ഹീറോയാണ് ആ പോകുന്ന ലേഡി ആരാന്നറിഞ്ഞ് ഇവൻ അറിയാത്ത പോലെ ചോദിക്കും. അപ്പോഴാണ് കൂടുതൽ സ്റ്റാഫും ഫേമസ് ആയ ഡൊറാമയെ നിങ്ങൾക്ക് അറിയത്തില്ലേന്ന് പറഞ്ഞ് അവള് ഷോക്കായൊക്കെ ചോദിക്കുമ്പം അവനാണ് അതേതാ ഡോറാമി എന്ന് പറഞ്ഞ് അവൻ ഇതുവരെ ആ പേര് കേട്ടിട്ടില്ലെന്ന് പറയും. അപ്പോഴാണ് അടുത്തിരുന്ന അവന്റെ സെക്രട്ടറിയും ഓരോ ദിവസം 56 പ്രാവശ്യമെങ്കിലും ആ പേര് നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അവളാണ് ഹിസ്റ്ററി കണ്ട് പാര വെച്ച് കൊടുക്കും. അങ്ങനെ അതോടെ അവനും അയ്യോ ഇത് മറ്റേ സോംബികളല്ലേ, അവളായിരുന്നോ ഡൊറാമി, സോറി എനിക്ക് പേര് മറന്നുപോയി. ഏതിന് അവനും മാനം കാക്കാൻ നോക്കുമ്പം അവളാണ് പേരറിയാതെയാണോ അത്രയും പ്രാവശ്യം സെർച്ച് ചെയ്തെന്ന് ചോദിക്കും. അതോടെ അവനും തിരിച്ചവന്റെ ടാബ് വാങ്ങിച്ചിട്ട് ചുമ്മാ വല്ലമാരുടെ ടാബ് നോക്കാതെ ഇവക്ക് വേറെ പണിയുണ്ട് അത് നോക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇവരൊക്കെ കാറിയിരുന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് ചാമൂഹിയാണ് അനങ്ങാതെ അവിടെ തന്നെ നിൽക്കുന്ന കാണുന്നത്. കാരണം ഈ സമയത്താണ് അവളുടെ കൺമുമ്പിൽ ഡോറാമി ഒന്ന് തള്ളിവിടുന്നത്. അങ്ങനെ ഇത് കണ്ട് ഇവിടെ ഇവനും ഈ സോംബി എന്തുവാ മനുഷ്യരെ പേടിപ്പിക്കുന്ന പോലെ ഇങ്ങനെ അനങ്ങാൻ നിൽക്കുന്നതെന്ന് അറിഞ്ഞ് അവൻ പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങി അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പം ആ സെക്കൻഡ് തന്നെ ആയിരിക്കും അവൾ വീഴാൻ വേണ്ടി പോകുന്നത്. അപ്പൊ തന്നെ അവനും ഇവളെ ചെന്ന് ഹെൽപ്പ് ചെയ്ത് അവനും കൂടെ നടക്കാൻ അവനും കൂടെ വരാന്ന് പറഞ്ഞ് ഇവരൊരുമിച്ച് അകത്തേക്ക് ചെല്ലും. അതിനേശം ഈ ഒരു സീൻ എല്ലാവരും കൂടെ വീഡിയോ എടുത്ത് മൊത്തത്തിൽ വൈറലാക്കുമ്പം അതേസമയം ഒരു റൊമാൻറ്റിക് ഡേറ്റിംഗ് ഷോയ്ക്ക് വേണ്ടി ഒരു ടീം വർക്ക് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവർ ഹീറോ ആയിട്ട് അതിനകത്ത് ഈ ജപ്പാൻ ആക്ടർ ഹീറോയാണ് ചൂസ് ചെയ്തത്. അങ്ങനെ ആക്ട്രസ് ആയിട്ട് ആരെ ചൂസ് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വീഡിയോ കണ്ടിട്ട് അവർക്കും ഇവരുടെയും റൊമാൻസ് ഒക്കെ പോയ പിന്നെ നമ്മുടെ TV ഷോയും ക്ലിക്ക് എന്നറിഞ്ഞ് അവർ ചാമൂഹ്യത്തിനെ വിളിക്കാൻ തീരുമാനിക്കും. അങ്ങനെ അതുകൊണ്ട് ഒരു വെറൈറ്റിക്ക് ജപ്പാനിലെ റൊമാൻറ്റിക് ഹീറോയും കൊറിയയിലെ ഹൊറർ ഹീറോയിനെയും ഇവർ ഒരേ ഷോയിൽ ഡേറ്റ് ചെയ്യിപ്പിക്കാൻ പോവുക. അങ്ങനെ അതിനുശേഷം ഇവിടെ ഹോജിനും ചാമൂഹ്യ വിളിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് വരും. പക്ഷെ അവളാണ് ഒരു ഉറക്ക ഗുളിക മാത്രം വാങ്ങിച്ചെന്നാൽ മതി എന്ന് പറയുമ്പം അവനും ഈ സമയത്ത് സൈക്കാട്രിസ്റ്റിന് കിട്ടിയത് തന്നെ ഭാഗ്യം. അതുകൊണ്ട് ഇവൾക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് മീറ്റിംഗ് ഉണ്ടെങ്കിലും അതൊക്കെ ഡോക്ടറിനോട് പറഞ്ഞെന്ന് പറഞ്ഞ് അവളെ മിണ്ടാതാക്കും. എന്നിട്ട് അവനും ഇവനെ ഹോട്ടലിലുള്ള കാര്യം ഇവളെങ്ങനെ കണ്ടുപിടിച്ചും ചോദിക്കുമ്പം ഇത് കേട്ട് അവളാണ് ഓ പിന്നെ ഞാൻ ആ ഹോട്ടലിൽ തന്നെ താമസിക്കുന്നത് അല്ലെ നിന്നെ കാണാൻ വേണ്ടി ഒന്നേന്നല്ല എന്നിന് അവളും പറയുമ്പം അവനാണ് ഇവൾക്ക് സത്യത്തിൽ വേറെല്ലാം കുഴപ്പമുണ്ടോന്ന് ചോദിക്കുമ്പം അവളാണ് ചുമ്മാ ഇവനോട് കള്ളം പറഞ്ഞൊന്നുമില്ല, ഇവൾക്ക് ഇപ്പൊ തന്നെ മൊത്തത്തിൽ ചൂടായി തലയാർക്കൊക്കെ ഒന്ന് ബോധം കെട്ടി വീഴാൻ പോകുന്ന പറയുമ്പം അവനാണ് ഇവൾ പറയുന്ന സത്യമാണെന്ന് ചോദിക്കും. കാരണം ഇതൊക്കെ പിന്നെ ഡോക്ടറിനോട് പറഞ്ഞ് ഇവളെ ഇവിടെ അഡ്മിറ്റ് ആക്കും എന്ന് പറയുമ്പം അവളും കുറച്ച് സമയം മുമ്പ് വരെ സത്യമായിട്ട് അവൾക്ക് അങ്ങനെ ഫീൽ ചെയ്തെന്ന് പറയും. അതും അല്ലെങ്കിൽ ഇവളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞൊരു പയ്യൻ എന്തിനാ വീണ്ടും സഹായത്തിന് വിളിച്ചെന്ന് പറഞ്ഞ് അവളുടെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറയുമ്പം ഡോക്ടറാണ് അവിടേക്ക് വന്നിട്ട് ഇവരകത്തേക്ക് വിളിക്കും. എന്നിട്ട് അവൾ അകത്ത് വെച്ച് ജസ്റ്റ് ഗുളിക മാത്രം നീ വാങ്ങിച്ചെന്നാൽ മതി അല്ലാതെ വേറെ ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞ് അവനോട് പറയുമ്പം ഇവൻ ആ കാര്യം ഡോക്ടറിനോട് പറഞ്ഞു കൊടുത്തിട്ട് ഇവളുടെ സിംറ്റംസ് എന്തുവാന്ന് ഡോക്ടർ ഇവളോട് ചോദിക്കുമെന്ന് അറിയും. അപ്പോഴാണ് അവളും ഇതൊക്കെ സത്യത്തിൽ അങ്ങേരോട് പറയണമെന്ന് ഇവളിവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം അവനാണ് ഇവൾക്ക് എന്തൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ മാത്രമേ അതിനുള്ള മരുന്ന് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇവൾക്കുള്ള പ്രശ്നം ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവളും കുറച്ച് പേടിച്ചിട്ട് എങ്കിൽ പിന്നെ ഡോക്ടറിനോട് പറഞ്ഞ ഇങ്ങേര് പുറത്ത് പാട്ടൊന്നും ആക്കത്തില്ലല്ലേ, എല്ലാം പ്രൈവസി അല്ലേ എന്നിന് അവള് ചോദിക്കുമ്പം ഒരു സെക്കൻഡ് ഇവനടുത്ത് നിൽക്കുമ്പോൾ പിന്നെ ഇവനെല്ലാം അറിയത്തില്ലെന്ന് പറഞ്ഞ് അവളൊരു ഷോക്കിലൊക്കെ ഇരിക്കുമ്പം അവനാണ് ഇവൾക്ക് ഭാഷയും അറിയത്തില്ല പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അവനില്ലാതെ പിന്നെ ഇവൾ തന്നെ സംസാരിക്കുമെന്ന് പറഞ്ഞ് ഇവൾക്ക് വിശ്വാസമൊന്നുമില്ല ഇവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് തിരിച്ച് കൊറിയയിൽ തന്നെ പോകാൻ പറയും. അത് കേട്ട് അവളും ദേഷ്യത്തി എന്തോ ഫ്ലൈറ്റ് പിടിച്ച് പോകാനോ, എനിക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീറ്റിംഗ് ഉണ്ട്, എനിക്ക് വേണ്ടി ഫേമസ് ആയിട്ടുള്ള ഡയറക്ടറൊക്കെ വെയിറ്റ് ചെയ്യുക, നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നിന് അവൾ ചോദിക്കുമ്പം അവനും ഡോക്ടറും വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അങ്ങേരെ കാണിക്കും. അതിനുശേഷം ഇവളും അവൾക്കുള്ള പ്രശ്നമൊക്കെ ഇപ്പൊ പറയാൻ തീരുമാനിക്കും. അതായത് ആദ്യമൊക്കെ ഇവളുടെ കൺമുമ്പിൽ ഡൊറാമി വന്നു പോകുമ്പോൾ അവൾ ചുമ്മാ ആലോചിക്കുന്നതായിട്ട് അവൾ വിചാരിച്ചെന്ന് പറയും. പക്ഷെ പിന്നീട് ഓരോ ദിവസവും ആ ഡോറാമി ഇവളുടെ കൺമുമ്പിൽ വന്നുമായിട്ട് അവളെ പേടിപ്പിക്കുന്നതായിട്ടും അവളെ കളിയാക്കുന്നതായിട്ടും തോന്നുമെന്ന് പറയും. അങ്ങനെ അത് സ്വപ്നമായിട്ടും തോന്നാതെ യഥാർത്ഥത്തിൽ ഇവളുടെ കൺമുമ്പിൽ വന്ന് നിൽക്കുന്ന പോലെ ഇവൾക്ക് ഫീലാണെന്ന് പറഞ്ഞ് അവൾ ആ കാര്യമൊക്കെ പറഞ്ഞ് പേടിച്ച് അവൾക്ക് ഭ്രാന്തായോ എന്ന് അവളിപ്പോൾ ചോദിക്കും. അങ്ങനെ അതിനുശേഷം ഡോക്ടറും ഇവളുടെ ഫാമിലി സൈഡ് ഇതേപോലെയല്ല സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം അവളാണ് അച്ഛന്റെ ഭാഗത്ത് അങ്ങനെ ആർക്കും ഒരു അസുഖം ഇല്ലായിരുന്നു, അമ്മയുടെ സൈഡ് നോക്കുവാണ് ഇവളുടെ അച്ഛൻ മരിക്കാനുള്ള കാരണം അമ്മയാന്ന എല്ലാരും പറയുന്നതെന്ന് പറയും. പക്ഷെ കൊച്ചിലെത്തുന്ന ഒരു ആക്സിഡന്റ് ഇവളുടെ അച്ഛനും അമ്മയും മരിച്ചു പോയതുകൊണ്ട് ഇവൾക്ക് അവരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ലെന്ന് പറയും. അങ്ങനെ അതിനുശേഷം ഇവര് പുറത്തേക്ക് വരുമ്പോഴാണ് ഹോജിനാണ് ആലോചിച്ച് നോക്കും അന്ന് ഇവൻ അവളെ കാണാൻ വേണ്ടി ആശുപത്രി പോയിരുന്നപ്പോ ഇവളുടെ അങ്കിൾ ആന്റിയും കൂടെ കാണാൻ വന്നതാണ്. പക്ഷെ അവര് വന്നത് ഇനി ഇവൾക്കൊല്ല സംഭവിച്ചാലോ അല്ലെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലോ മേലെ അവര് വിളിച്ചോലെന്ന് പറയാൻ വേണ്ടിയാ അവരവിടേക്കൊന്ന്. അങ്ങനെ അതൊക്കെ ആലോചിച്ചിട്ട് അവനും ഇവൾ ഇത്രയും വർഷം ഒറ്റയ്ക്കാ ജീവിച്ചതെന്ന് മനസ്സിലാക്കി അവനും കുറച്ച് കെയറിങ്ങോടെ നാട്ടിൽ ചെന്ന് ഒന്നും കൂടെ ആശുപത്രി ചെല്ലാൻ പറയുമ്പം അവളാണ് അതൊക്കെ അവള് നോക്കിക്കോളാൻ പറയും. ഇത് കേട്ട് അവനും ഇത് അവനായിട്ട് പറഞ്ഞല്ല ആ ഡോക്ടർ പറഞ്ഞത് ഇവൾക്ക് ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചാന്ന് പറയും. അങ്ങനെ ഇവൾക്ക് സ്ട്രെസ് കാരണം ഒന്നും പ്രശ്നമായിട്ട് തോന്നില്ല, ചിലപ്പോ ആ ബിൽഡിങ്ങിന് താഴെ വീണ് കോമയിൽ പോയതുകൊണ്ട് അവിടെ നിന്ന് സംഭവിച്ചായിരിക്കും എന്ന് പറഞ്ഞ് ഇവനും പറയുമ്പം അവളാണ് അവൾക്കെല്ലാം മനസ്സിലായി അതുകൊണ്ട് ഇനി ട്രാൻസ്ലേറ്റ് ഒന്നും ചെയ്യേണ്ടെന്ന് പറയും. അപ്പോഴാണ് അവനും ഇവളുടെ
മാനേജർ കുറെ സമയമായിട്ട് വിളിച്ചോണ്ടിരുന്നപ്പോ ആ ഫോൺ എടുത്ത് അവൻ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചെന്ന് പറയും. ഇത് കേട്ട് അവളാണ് ഷോക്കായി. എങ്കിൽ പിന്നെ രണ്ടുപേരും ഇവിടെ ഉള്ള കാര്യം അവനെ അറിയിച്ചോന്ന് ചോദിക്കുമ്പം അവനാണ് പിന്നെ കുറെ സമയമായിട്ട് വിളിച്ച അവനോട് പറയാതിരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവൾക്ക് വയറുവേനയായിട്ട് ഇവിടേക്ക് വന്നതായിട്ട് ആ ഫോണിൽ പറഞ്ഞെന്ന് പറയും. അപ്പോഴാണ് അവളും തിരിച്ച് ഇവനോട് ഇവള് പറയാതെ തന്നെ അവൻ എല്ലാ കാര്യം മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഹോജിനോട് ഇഷ്ടമുണ്ടായിട്ട് അവൻ റിജക്ട് ചെയ്ത കാര്യം ഇവളുടെ മാനേജർ മനസ്സിലാക്കി. അതുകൊണ്ട് ഇപ്പൊ ഇവന്റെ കൂടെ അറിഞ്ഞ സ്ഥിതിക്ക് ഇവള് വയറുവേനെന്ന് കള്ളം പറഞ്ഞായിരിക്കും ഇങ്ങോട്ടേക്ക് വന്നേന്ന് അവൻ തെറ്റിയിരിക്കും പറയും. അങ്ങനെ എന്റെ അവസ്ഥ കണ്ടാൽ നിനക്ക് ചിരി വരുന്നില്ലെന്ന് പറഞ്ഞ് അവളും കരയുന്ന കാണാതിരിക്കാൻ വേണ്ടി അവൾ അവിടെ ചിരിച്ചോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അവളും ഇവളെ കുറിച്ചുള്ള എല്ലാ കാര്യവും ഇവന് പറഞ്ഞു കഴിഞ്ഞ് ഇനിയിപ്പോ ഇവൻ ഒരിക്കലും കാണണ്ടെന്ന് പറഞ്ഞോണ്ട് അവൾക്ക് ഈ സായം തിരിച്ച് ചെയ്യാനും പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇവളുടെ മാനേജർ വരുന്നതിന് മുമ്പ് ഇവനെ പൊയ്ക്കോളാൻ പറയും. അപ്പോഴാണ് അവനും ഇവൾ അധിക ജോലിയൊന്നും ചെയ്യാതെ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുക്കാൻ പറയുമ്പം ഇത് കേൾക്കുന്ന അവളും ഇതും ഡോക്ടറാണോ പറഞ്ഞേം ചോദിക്കും. അപ്പോഴാണ് അവനും ഇത് ഡോക്ടർ പറഞ്ഞല്ല, അവനായിട്ട് ഇവൾക്ക് പറഞ്ഞാന്ന് ഇവ രണ്ടിനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അവൾ അവിടെ നേരെ ഒരു ഫംഗ്ഷനിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ അവൾ അവിടെ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പുറത്തേക്കൊന്ന് ഒറ്റയ്ക്ക് ആ ഗുളിക കഴിച്ചോണ്ടാണ് ഉറക്കം വരുന്നെന്ന് പറഞ്ഞ് അവൾ കുറച്ച് ടയേർഡായിരിക്കും. അപ്പോഴാണ് ഇവളുടെ തൊട്ടടുത്തിരുന്ന് മറ്റേ ഹീറോയാണ് ഇതാ സോംബി അല്ലേന്ന് പറഞ്ഞ് അവൻ അവളെ തന്നെ നോയിക്കൊണ്ടിരിക്കും. ഇത് കണ്ട് ഇവളും ചിരിച്ച് ഒരു ഹലോ പറയുമ്പം അവനാണ് ഇവനെ കണ്ടിട്ട് മനസ്സിലായില്ലെന്ന് പറഞ്ഞ് അവളെ തന്നെ നോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവളും ഇവൻ എന്തിനാ കുറെ സമയമായിട്ട് ഇങ്ങോട്ട് തന്നെ നോയിക്കൊണ്ടിരിക്കുന്നത്, ഇവനെല്ലാം പറയാനുണ്ടോ എന്നിട്ട് അവളും തിരിച്ച് അവനെ നോക്കുമ്പോൾ അവനും അന്ന് സഹായിച്ചിന് താങ്ക്സ് ഒന്നും ഇല്ലേ മാഡം എന്ന് പറഞ്ഞ് ജപ്പാൻ ഇവളോട് ചോദിക്കും. പക്ഷെ ഇവൾക്കാണ് ഭാഷ അറിയാത്തോണ്ട് ചേടാ ഇവൻ എന്റെ ഫാനാന്ന് തോന്നല്ലേ എന്നിട്ട് അവൾ അടുത്തേ ചെന്ന് ഇവൻ സെൽഫി ചോദിക്കാന്ന് വിചാരിച്ച് ഒരു ഫോട്ടോയല്ലേ നമുക്ക് എടുക്കാന്ന് പറഞ്ഞ് അവൾ പോസ കൊടുക്കും. അപ്പോഴാണ് അവനൊന്നും മനസ്സിലാവാതെ താങ്ക്സ് ചോദിച്ചാ ഇവളെന്തിന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് തോന്നിയെന്ന് പറഞ്ഞ് അവൻ ഈ സോംബിക്ക് ഇവൻ ആരാന്ന് മനസ്സിലായില്ലേന്ന് അവൻ അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള ആളെന്ന് സ്വയം പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അതിന്റെ അടുത്ത ദിവസം ചാമുഹി തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പം ഇവിടെ ഹോജിനെ മറ്റേ TV ഷോ എടുക്കുന്നവരും ആ ജപ്പാൻ ആക്ടറിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഇവനെ ആയിരിക്കും വിളിക്കുന്നത്. അപ്പോഴാണ് അവന് TV ഷോയിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അധികം എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെന്ന് പറയുമ്പം അവരതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് എല്ലാ ഭാഷ അറിയുന്ന ഇവനെ ഇപ്പൊ കിട്ടിയുള്ളെന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെ ഇവര് സഹായിക്കാൻ പറയും. അങ്ങനെ ഇത് കേട്ട് അവനും എന്നാലും നിങ്ങളുടെ ഷൂട്ടിംഗ് ഒരു 4-5 മാസമെങ്കിലും പോകത്തില്ലേ, അത്ര സമയം നിങ്ങളുടെ കൂടെ ആയിരിക്കണം എന്നിട്ട് അവൻ ചോദിക്കുമ്പം അവരാണ് ഇടയ്ക്കൊക്കെ നമുക്ക് നാട്ടിൽ വരാന്ന് പറഞ്ഞ് കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ ഓരോ കൺട്രി ചെന്ന് ഷൂട്ടിംഗ് ചെയ്യാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഒരു ട്രാവലായിട്ട് എൻജോയ് ചെയ്തൊക്കെ ഇവൻ ഈ ജോലി ചെയ്യാന്ന് പറയുമ്പം അവനിപ്പോ മനസ്സിലാവും ഇവൻ ഈ ജോലിക്ക് ഇപ്പൊ വിളിപ്പിച്ചത് ഇവന്റെ ചേട്ടന്റെ ഗേൾഫ്രണ്ട് ജീസൻ ആണെന്ന്. അങ്ങനെ അതുകൊണ്ട് അവളിപ്പോ ഇന്ന് ഇവിടേക്ക് വരുമെന്നറിഞ്ഞ് അവൻ അപ്പൊ തന്നെ അവിടെ നിന്ന് പോകും. അതിനുശേഷം അവിടേക്ക് വന്നിട്ട് അവളും അവൻ അതിനുമ്പ് പോയെന്ന് ചോദിക്കുമ്പം ഇവരാണ് എന്തോ വർക്ക് ഉണ്ടെന്ന് പോയെന്ന് അറിഞ്ഞിട്ട് എന്തായാലും മിസ്റ്റർ ഹോജിന്റെ മനസ്സ് മാറ്റിപ്പിച്ച് ഈ TV ഷോയിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്യാൻ പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ ജീസൻ അവളുടെ ബോയ് ഫ്രണ്ടിനോട് പറഞ്ഞ് അവനെ സമ്മതിപ്പിക്കാൻ നോക്കും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്ന അവന് ചുമ്മാതെ കുറെ വർക്ക് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഈ TV ഷോയ്ക്കൊന്നും അവന് താല്പര്യമില്ലെന്ന് പറയും. അപ്പോഴാണ് അവന്റെ ചേട്ടനും അതും നല്ലതാ, കാരണം ഞങ്ങളുടെ കല്യാണം വരാൻ പോവാ, നീ TV ഷോയിൽ ജോലി ചെയ്യാൻ പോയാ പിന്നെ കല്യാണം മിസ് ചെയ്യത്തില്ല എന്നിനെ ചേട്ടൻ പറഞ്ഞ ഉടനെ ഇവനാണ് കല്യാണം എപ്പോഴും നടക്കാൻ പോകുന്ന ചോദിക്കും. അപ്പോഴാണ് അവന്റെ ചേട്ടനും അടുത്ത മാസം ആ കല്യാണം എന്നറിഞ്ഞ് അവൻ തീരുമാനിച്ചെന്ന് പറയുമ്പം ഹോജിനാണ് അവളോടോലും പറയാതെ നീ ആയിട്ട് അങ്ങനെ തീരുമാനിക്കുവാണെന്ന് പറഞ്ഞ് ഇവനും കുറച്ച് ഷോക്കിലേക്ക് ഇരിക്കും. അപ്പോഴാണ് ഇവന്റെ ചേട്ടനും അവള് പണ്ട് തൊട്ടേ കല്യാണം കഴിക്കാൻ പറയാ, ഇവൻ പിന്നെ സമ്മതം പറയാത്തോണ്ട കുറെ ഇങ്ങനെ വഴക്കൊക്കെ ആയെന്ന് പറഞ്ഞ് ഇപ്പൊ അവൻ കല്യാണം കഴിക്കാൻ തയ്യാറായെന്ന് പറയും. അതുകൊണ്ട് നിന്റെ ചേട്ടനെ ഒന്ന് കൺഗ്രാലേഷൻ ചെയ്യുന്ന പറഞ്ഞ് അവനും ചോദിക്കുമ്പം ഹോജിനാണ് കൺഗ്രാജുലേഷനോ, പെണ്ണൂല് അറിഞ്ഞില്ല കല്യാണം നടക്കാൻ പോകുന്ന കാര്യം, നിനക്ക് ഞാൻ കൺഗ്രാറ്റ്സ് അറിയണോ എന്നിന് ഇവരുണ്ട് സംസാരിച്ചുകൊണ്ട് നടന്നു പോകുമ്പം ഇവന്റെ ചേട്ടനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ജീസൻ അവിടേക്ക് വരും. അതിനേശം അവനും നീ ആയിട്ടൊന്നും പറയില്ലെന്ന് പറഞ്ഞ് അവന്റെ അനിയനെ മിണ്ടായിരിക്കാൻ പറയുമ്പം അവളാണ് ഹോജിനെ കണ്ടിട്ട് ഹായ് പറയും. അങ്ങനെ ഇവരുണ്ടിട്ട് ഇപ്പൊ കണ്ടിട്ട് കുറെ ദിവസമായി. അപ്പോഴാണ് അവളും ഇവനപ്പ TV ഷോ വർക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചെന്ന് ചോദിക്കുമ്പം അവന്റെ ചേട്ടനാണ് അവൻ എന്തിനു വർക്ക് ചെയ്യണം, അവന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ അതും പറഞ്ഞ് അവന്റെ ചേട്ടൻ ടൈ ആയിട്ട് കെട്ടിയിരുന്ന ഒരു തുണി ഇവന്റെ കൊടുത്തിട്ട് അവിടെ നോക്കുമ്പം ഹോജിനാണ് ഇതെന്തിന് അവനെന്ന് പറഞ്ഞ് അവൻ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് അടുത്തിരുന്ന ജീസനും ഇത് അവളുടെ തുണിയാന്ന് പറഞ്ഞ് ഇവന്റെ ചേട്ടൻ ഇവളുടെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുത്തോലും മറന്നുപോയെന്ന് ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഹോജിനും അങ്ങനെയാണ് കെയർലെസ് ആയിട്ടൊന്നും ഇരിക്കല്ലേ, കാരണം അവനിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രമേ അവന് ബോധം വരുത്തുള്ളൂ, അല്ലെങ്കിൽ അവൻ സന്തോഷമായിട്ടിരിക്കുവാന്ന് പറഞ്ഞ് അവൻ എല്ലാം സന്തോഷമായിട്ടിരിക്കാൻ തെറ്റിയിരിക്കും. എന്നിന് ഇവനെ കുറച്ചൊക്കെ അഡ്വൈസ് ചെയ്യുമ്പം അവളാണ് അതും ശരിയാ, നിന്റെ ചേട്ടൻ മാത്രം ഒറ്റയ്ക്ക് ഡ്രിങ്ക് ഒക്കെ ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുമല്ലേ, ഞാൻ വേണേ അവനെ 2-3 അടി അടിക്കട്ടെ, അപ്പോഴെങ്കിലും അവന് ബോധം വരുന്ന നോക്കട്ടെ. എന്നിന് അവ രണ്ടും കൂടെ ചേച്ചി സംസാരിക്കുമ്പം അവൾ ഒന്നും കൂടെ ആ TV ഷോയിൽ ജോലി ചെയ്യാൻ വേണ്ടി ഇവൻ ആലോചിക്കാൻ പറയും. അപ്പോഴാണ് ഹോജിനും അവൻ ആ ജോലി ഏറ്റെടുക്കുവാണ് എങ്കിൽ പിന്നെ ഇവരുടെ കല്യാണത്തിൽ വരേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവൻ മനസ്സിൽ വിചാരിച്ചിട്ട് അവനും ജോലിക്ക് ചേരുന്നത് അവനും തീർച്ചയായിട്ട് ആ ജോലി
ഏറ്റെടുക്കാൻ പറയും. അതുകൊണ്ട് അടുത്ത ദിവസം ഈ കാര്യം അറിഞ്ഞ് ആ TV ഷോ നടത്തുന്ന ആൾക്കാരും ഇവനോട് താങ്ക്സ് പറയും. അപ്പോഴാണ് അവനാ താങ്ക്സ് പറയേണ്ട. എന്തായാലും ഷൂട്ടിംഗ് അടുത്ത മാസം കാനഡയിൽ വെച്ചെല്ലാം ചോദിക്കുമ്പോൾ അവരാണ് അത് വല്ലതും കുഴപ്പമുണ്ടോന്ന് അറിഞ്ഞ് ഇവൻ ആ സമയത്ത് നാട്ടിൽ വരണം ചോദിക്കും. അപ്പോഴാണ് അവനും നാട്ടിലൊന്നും വരണ്ട, അടുത്ത മാസം ഫുള്ള് എനിക്ക് ബിസി ആയിരിക്കണം. എന്നിട്ട് അവൻ ഇവരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഈ TV ഷോയുടെ ആക്ട്രസ് ആയിട്ട് ചൂസ് ചെയ്ത ചാമൂഹി അവിടേക്ക് വരുന്നത്. അപ്പോഴാണ് ഇവളെ കണ്ട് അവനാണ് ഷോക്കായി. ഇത് ഇവൾ അഭിനയിക്കുന്ന TV ഷോ ആണെന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതേസമയം അവളും ഇവനെ കണ്ട് ഷോക്കായിരിക്കും. അതിനുശേഷം മാനേജർ ഇവന് ഹലോ പറയുമ്പോൾ അവരാണ് നിങ്ങൾ തമ്മിൽ മുമ്പേ പരിചയം ഉണ്ടെന്ന് പറഞ്ഞ് എങ്കിൽ പിന്നെ ഇത് കുറച്ചും കൂടി ഈസി ആയി പോയെന്ന് അവർ സന്തോഷത്തിരിക്കും. അപ്പോഴാണ് ചാമൂഹിയും ഇവനെ വീണ്ടും ഇവിടെ കണ്ടുമുട്ടുമെന്ന് അവൾ പ്രതീക്ഷയില്ലെന്ന് പറയുമ്പോൾ അവനാണ് അതേപോലെ അവനും പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞ് അവളോട് തിരിച്ചു പറയും. അങ്ങനെ അതിനുശേഷം ഇവര് ഷൂട്ടിംഗ് സ്ഥലത്ത് ഇത് സംസാരിക്കുമ്പോൾ അവനിപ്പോൾ ഇവൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും കുറച്ച് പേടിച്ചിട്ട് അതിനെക്കുറിച്ച് ഇപ്പൊ സംസാരിക്കേണ്ടെന്ന് പറഞ്ഞ് അത് പിന്നീട് പ്രൈവറ്റ് ആയിട്ടെല്ലാം സംസാരിക്കാന്ന് പറയും. അങ്ങനെ അതിനുശേഷം ഇവളെ ഇന്റർവ്യൂ എടുക്കുമ്പോഴാണ് അവരാണ് കാഷ്വലായിട്ട് ക്യാമറ നോക്കി ഇവർ ചോദിക്കുന്ന ചോദ്യത്തിന് ടെൻഷൻ ഒന്നുമില്ലാതെ ആൻസർ ചെയ്യാൻ പറയും. അതുകൊണ്ട് അവളും അവർ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ തിരിച്ച് ഉത്തരം പറയാൻ പോകുമ്പോഴാണ് അവൾക്ക് അവിടെ നിന്ന് എന്തോ ശബ്ദം കേൾക്കും. അതുകൊണ്ട് അവൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരെല്ലാം അത് കണ്ടിട്ട് നമുക്കൊന്നും കൂടെ ഷൂട്ടിംഗ് ചെയ്യാന്ന് പറഞ്ഞ് ഇവളെ ക്യാമറ തന്നെ നോക്കാൻ പറയും. അപ്പോഴാണ് അവളും ഇവർ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ കുറച്ച് ടെൻഷനായി അവളിങ്ങനെ ഉത്തരം പറയാൻ നോക്കുമ്പോൾ ഇവളുടെ കൺമുമ്പിലാണ് ഡൊറാമി ഒന്ന് നിൽക്കും. അങ്ങനെ അതോടെ അവൾ ആകെ മൊത്തത്തിൽ പേടിച്ചു പോകും. അതിനുശേഷം അവരും ക്യാമറ നോക്കി ഒന്ന് സംസാരിക്കാൻ മേഡം പറഞ്ഞ് അവളെ വീണ്ടും വിളിക്കുമ്പോൾ അവൾ ഇവരോടൊക്കെ സോറി പറഞ്ഞിട്ട് കുറെ ടെൻഷനോടെ അവളിങ്ങനെ ഇരുന്നോണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് ഇവര് കുറച്ച് സമയം ബ്രേക്ക് ഇട്ട് ഇവൾക്ക് ക്യാമറ നോക്കാനും പറ്റുന്നില്ല, നല്ലോണം സംസാരിക്കാനും പറ്റുന്നില്ല. ഇവളെ തന്നെ നമ്മൾ ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൾ വേറെ ആൾക്കാരെ ചൂസ് ചെയ്യാൻ ഇപ്പൊ തന്നെ ആലോചിക്കാൻ തുടങ്ങും. അതേസമയം ഇവിടെ ചാമൂഹിയും അവൾ കുറച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കുമ്പോൾ അവളുടെ മാനേജറിനോട് ഇവൾ ഇന്നത്തെ ഷൂട്ടിംഗ് ഫുള്ളും കൊളവാക്കിയില്ലെന്ന് പറഞ്ഞ് അവർക്കാർക്കും ഇത് കണ്ടിട്ട് സന്തോഷമായില്ലെന്ന് പറയും. അപ്പോഴാണ് അവനും ടെൻഷൻ ആയതുകൊണ്ടല്ലേ നീ അങ്ങനെയൊക്കെ സംസാരിച്ചേ, നിനക്കത് പിന്നെ ശീലമായിക്കോളും, അതുകൊണ്ട് നീ ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട. പിന്നെ എനിക്കൊരു ചോദ്യമുണ്ട്, സത്യത്തിൽ ഹോജിന് ഇവിടെ വർക്ക് ചെയ്യാൻ പോകുമെന്ന് നിനക്കറിയായിരുന്നോ? എന്നിട്ട് അവൻ ചോദിക്കുമ്പോഴാണ് അവളും എടാ എനിക്കറിയാമെങ്കിൽ ഞാൻ എന്തിനാ അവനെ കണ്ടപ്പോ ഷോക്കായ, അവൻ ഇവിടെ എന്തിനാ വന്നെന്ന് എനിക്കോലും അറിയത്തില്ല. എന്നിട്ട് ഇവളും പറയുമ്പം ഇത് കേട്ട് അവനാണ് ആ ഹോജിൻ വന്ന് വേറൊന്നും കൊണ്ടല്ല ഈ TV ഷോ പ്രൊഡ്യൂസ് ചെയ്യുന്ന അവന്റെ ക്രഷ് ജീസേനാണെന്ന് പറയും. അങ്ങനെ അവൾ ചോദിച്ചോണ്ട അവൻ ഈ ജോലി ഏറ്റെടുത്തെന്ന് പറയുമ്പം ഇത് കേട്ട് അവൾ അസൂയപ്പെട്ടിട്ട് മതി അവളെ കുറിച്ച് സംസാരിച്ചെന്ന് പറഞ്ഞ് ഇവനെ മിണ്ടായിരിക്കാൻ പറയും. അങ്ങനെ അതിനുശേഷം ചാമൂഹി ഹോജിനായിട്ട് സംസാരിക്കാൻ വേണ്ടി പുറത്തേക്ക് ചെല്ലുമ്പം അവനാണ് ഇവൾക്കിപ്പോ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഇവൻ TV ഷോയിലൊന്നും വർക്ക് ചെയ്തില്ലെന്ന് പറഞ്ഞ് ഇപ്പൊ എന്തിനാ ഈ ജോലി ഏറ്റെടുത്തെന്ന് ചോദിക്കുമ്പോൾ അവൻ അതിനൊന്നും മറുപടി അറിയാതെ ഡോക്ടറിനെല്ലാം ഇവൾ പിന്നെ കണ്ടായിരുന്നെന്ന് ചോദിക്കും. അങ്ങനെ വേറെ കൺട്രിയിലൊക്കെ പോകുന്ന ഇവൾക്കൊരു പ്രശ്നമാകത്തില്ലെന്ന് ചോദിക്കുമ്പോൾ അവളാണ് അതൊക്കെ അവളുടെ പ്രശ്നമെന്ന് പറഞ്ഞ് ഇവനിപ്പോ ഇവളുടെ വർക്ക് ചെയ്യുന്നത് കംഫർട്ടബിൾ ആണെന്ന് ചോദിക്കും. കാരണം വീട് കണ്ടുമുട്ടുണ്ടെന്നല്ലേ ഇവൻ എന്ന് പറഞ്ഞെന്ന് ആ കാര്യമൊക്കെ ഓർമ്മിപ്പിച്ചിട്ട് വേണേ ഇവനിപ്പോ ഈ പ്രോജക്റ്റിൽ നിന്ന് പിന്മാറിക്കൂടാൻ ചോദിക്കുമ്പോൾ അവനും ഇപ്പൊ ചോദിച്ചതിനെല്ലാം ഉത്തരം പറയുവാണ് അവൻ ഈ ജോലി വിട്ട് പോയിക്കോളാൻ പറയും. അപ്പോഴാണ് ഇത് കേട്ടിട്ട് അവള് ഡോക്ടറിനെ കാണാൻ പോയെന്ന് പറയും. അങ്ങനെ സ്കാനൊക്കെ എടുത്ത് നോക്കിയിട്ട് ഇവളുടെ തലയ്ക്ക് ഒരു പ്രശ്നമില്ലെന്നാ പറഞ്ഞ്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഡോക്ടറും ഇവൾക്ക് നടന്ന ആക്സിഡന്റ് കാരണമൊന്നുമല്ല, ഇവൾക്ക് ഓരോ കാര്യങ്ങൾ തോന്നുന്നത് അത് വേറെന്തോ പ്രശ്നം എന്നറിഞ്ഞ് ഇവളെ സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞാണ്. അങ്ങനെ അതൊക്കെ ഇപ്പൊ ഇവനോട് പറഞ്ഞിട്ട് അന്ന് ആ സൈക്കാട്രിസ്റ്റിനെ കാണിച്ചപ്പോ ന്യൂറോളജിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞ്, പക്ഷെ ഇങ്ങനെ വീണ്ടും അവിടേക്കാ പോകാൻ പറഞ്ഞതെന്ന് ഇവളിപ്പോ മൊത്തത്തിൽ കൺഫ്യൂസായി അവസാനം കുറെ മന്ത്രവാദിയൊക്കെ ചെന്ന് കണ്ടെന്നറിയും. അങ്ങനെ ആരെ കൊണ്ടും ഡോറാമി ഇല്ലാതാക്കാൻ പറ്റില്ലെന്നറിഞ്ഞ് ഇവൾ ആ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇപ്പോഴെങ്കിലും ഇവൻ ഈ ജോലി കളഞ്ഞിട്ട് പോകാൻ ചോദിക്കും. അപ്പോഴാണ് അവനൊരു സെക്കൻഡ് അവൾ നിൽക്കാൻ പറഞ്ഞിട്ട് ഇവൻ ജോലിയിൽ നിന്ന് പോകുന്നുണ്ടെന്നും ഇവളുടെ പ്രശ്നം തീരത്തില്ല, അല്ലാതെ നിന്ന് ഷൂട്ടിംഗ് സമയത്ത് ഇവള് കുറച്ച് വ്യത്യസ്തമായിട്ടാ കാണിച്ചെന്ന് പറഞ്ഞ് അവൻ ആ കാര്യം പറഞ്ഞു കൊടുക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവളെ വിഷമിച്ച് എങ്കിൽ പിന്നെ നിനക്കറിയുന്ന പ്രൊഡ്യൂസിനോട് ചെന്ന് എന്നെ പുറത്താക്കാൻ പറയാൻ പോകണം, എങ്കിൽ പിന്നെ പോയി പറഞ്ഞോ ഞാനൊരു വട്ടി കേസാ, എനിക്ക് ഡോറാമയൊക്കെ കാണാൻ പറ്റുമെന്ന്, ഞാൻ അപ്പം തന്നെ ഇവിടുന്ന് പോയിക്കോളാം. എന്നിട്ട് ഇവള് ദേഷ്യപ്പെടുമ്പം അവൻ ഇവളെ കുറിച്ച് ഓർത്തിട്ട് അങ്ങനെയൊക്കെ സംസാരിച്ചേ ഉള്ളു. ഒരേ ഇവൾക്ക് ഈ ജോലി ചെയ്യാൻ താല്പര്യമാണ്, എങ്കിൽ പിന്നെ അവൻ പറഞ്ഞ വാക്കനുസരിച്ച് ഈ ജോലി കളഞ്ഞിട്ട് പോയിക്കോളാം പറഞ്ഞ് അവിടെ നടന്നു പോകുമ്പം ഇവള് അസൂയപ്പെട്ട് ഇവനിങ്ങനെ ജോലി കളഞ്ഞിട്ട് പോയാൽ പിന്നെ ഇഷ്ടപ്പെടുന്ന പെങ്കൊച്ച് വിഷമിക്കത്തില്ലെന്ന് ചോദിക്കും. കാരണം അവള് കാരണം ഇവൻ ഈ ജോലി ഏറ്റെടുത്തോണ്ടാണ് അവൾ ഇവനെ ജോലിയിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞ്. അതുകൊണ്ട് അതൊക്കെ ഓർത്തു നോക്കിയിട്ട് അവളും എനിക്ക് ഇപ്പോഴും അവളെ മറക്കാൻ വയ്യെന്ന് പറഞ്ഞ് അവൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുമ്പം അവനാണ് അവളുടെ കല്യാണം അടുത്ത മാസം ഇവന്റെ ചേട്ടന്റെ കൂടെ നടക്കാൻ പോകാന്ന് പറഞ്ഞ് അതിന് പോകാതിരിക്കാൻ വേണ്ടിയാ അവൻ ഈ ജോലി ഏറ്റെടുത്തെന്ന് പറയും. പക്ഷെ ഇവള് കാരണം ആ ഒരു ചാൻസും പോയെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനെ ശകത്ത് വെച്ച് അവളുടെ മാനേജർ ഇവനെ കണ്ട് ആ TV ഷോ നടന്ന ആൾക്കാരോട് ഇവനൊന്ന് സംസാരിക്കാൻ വേണ്ടി പറയും. കാരണം ചാമൂഹിയെ ഈ ഒരു പ്രോജക്റ്റിൽ നിന്ന് കളയാൻ പോകുന്ന അവന് മനസ്സിലായി. അതുകൊണ്ട് എങ്ങനെയൊക്കെ ഒന്ന് സംസാരിച്ച് ഈ പ്രശ്നം സോൾവ് ചെയ്ത് തരണമെന്ന് അവനും ചോദിക്കുമ്പോൾ അവൻ തന്നെ ഇപ്പൊ ഈ ജോലിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പോകുന്ന പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവനും അങ്ങനെ പറഞ്ഞാൽ മതി, മിസ് ചാമൂഹി ഈ പ്രോജക്റ്റ് പങ്കെടുത്തില്ല, നിങ്ങൾ ജോലിയിൽ നിന്ന് പുറത്തു വന്ന് പേടിപ്പിച്ചാൽ മതി, കാരണം അവർക്കൊക്കെ നിങ്ങളെ കുറെ ഇഷ്ടപ്പെട്ടെന്നാ തോന്നുന്നത് എന്ന് ഇവനും പറയുമ്പം ഹോജിനാണ് അത് കാരണമൊന്നുമല്ല, അല്ലേലും അവനിപ്പോ ഈ ജോലി കളഞ്ഞിട്ട് പോകാൻ പോകുന്ന
ഉണ്ടെന്ന് പറയും. അപ്പോഴാണ് ആ ഷോ നടത്തുന്നവരൊക്കെ അവിടേക്ക് വരുമ്പം ഇവൻ ആ കാര്യം അവരോട് പറയാൻ വേണ്ടി വരുമ്പോൾ തന്നെ അവരെല്ലാം ഇവനെ പുറത്ത് ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവളുടെ മാനേജറും ഇതാ പെർഫെക്റ്റ് ചാൻസ് എന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെ സംസാരിച്ച് അവരെ മനസ്സ് മാറ്റാൻ വേണ്ടി പറയും. അതിനേശ് ഇവിടെ ചാമുഹി ലിഫ്റ്റ് കയറാൻ വേണ്ടി പോകുമ്പോഴാണ് അകത്ത് ഡൊറാമിയാണ് ഇവളെ കണ്ടിട്ട് വാ നമുക്ക് ഒരുമിച്ച് പോകാന്ന് പറഞ്ഞ് ഇവളെ നോക്കി പറയും. അതോടെ ഇവളാണ് പേടിച്ചിട്ട് ഇപ്പൊ നീ സംസാരിക്കാനും തുടങ്ങിയ എങ്കിൽ പിന്നെ നമുക്ക് ഒരുമിച്ച് തന്നെ പോവാം എന്നിട്ട് അവളും കുറച്ച് ധൈര്യമൊക്കെ ഒപ്പിച്ചിട്ട് ആ ലിഫ്റ്റിനകത്ത് കയറും. പക്ഷെ അകത്ത് വെച്ച് ഡൊറാമിയാണ് നീ നിന്റെ ക്രഷിന്റെ ഫ്രണ്ട് നാണം കെട്ടില്ലെന്ന് പറഞ്ഞ് അവളുടെ അടുത്തൊന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. അതോടെ ഇവള് മൊത്തത്തിൽ പേടിച്ച് മിണ്ടാരി എന്ന് പറഞ്ഞ് അവളവിടെ നൊച്ച വയ്ക്കുമ്പോഴാണ് പെട്ടെന്ന് ലിഫ്റ്റ് ഓപ്പൺ ആയ ഉടനെ ആ TV ഷോ നടന്ന ആൾക്കാരൊക്കെ ഇവളിത് എന്തോ കാണിക്കുന്നെന്ന് പറഞ്ഞ് അവളെ കണ്ട് കുറച്ച് പേടിച്ചു വരിക്കും. അതിനേശം അവളും ഇവരുടെ ഫ്രണ്ടി അവളുടെ മാനം പോകലെന്ന് പറഞ്ഞ് അവള് പുറത്തേക്ക് വന്നിട്ട് ഇവളെ ഈ പ്രോജക്റ്റിൽ നിന്ന് എടുത്തുകളയാൻ നോക്കുവാണ് എങ്കിൽ പിന്നെ ഡൊറാമയെ പോലെയൊന്നും ഇവള് തിരിച്ചെന്ന് ആരും പ്രതികാരം ചെയ്യത്തില്ലെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ആരും പേടിക്കണ്ട, ഞാൻ നിങ്ങൾ ഒന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് അവൾ അവരെയൊക്കെ നോക്കി ചിരിച്ചോണ്ടിരിക്കുമ്പം അടുത്തിതെല്ലാം ഹോജിനും മാനേജറും കൂടെ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ അതോടെ അവളാണ് മൊത്തത്തിൽ സൈലന്റ് ആകും. അതിനേശം ഹോജിൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് മിസ്റ്റർ കിമ്മാണ് അവിടെ നിന്ന് ഒരു ബുക്ക് എടുത്തു തരാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവൻ അതിങ്ങനെ എടുത്തു കൊടുക്കുമ്പോൾ അതിരുന്ന് ഇവന്റെ ഫാമിലി ഫോട്ടോ തറയിലേക്ക് വീഴും. അങ്ങനെ ഇത് കണ്ട് അങ്ങേരാണ് ഇവന്റെ ഫാമിലി ഫോട്ടോയ്ക്കകത്ത് എന്തിനാ ഇവന്റെ അച്ഛന്റെ സെറ്റപ്പിന് ജനിച്ച് അവനുള്ളേന്ന് പറഞ്ഞ് ഇവന്റെ ചേട്ടനെ കുറിച്ച് സംസാരിക്കും. കാരണം അവന്റെ കൂടെ പറഞ്ഞ ചേട്ടനല്ല, അത് ഇവന്റെ സ്റ്റെപ്പ് ബ്രദർ ആണ്. അപ്പോഴാണ് അവനും അതിനേക്കാൾ ഇൻട്രസ്റ്റിങ് അവന്റെ അച്ഛന്റെ സെറ്റപ്പ് തന്നെയാ ഈ ഫോട്ടോ എടുത്തെന്ന് പറയും. അതോടെ അങ്ങേരാണ് ഷോക്കായിട്ട് എടാ എന്തൊരു കുടുംബമാടാ നിങ്ങളൊക്കെ, മൊത്തത്തിൽ അമേരിക്കൻ സ്റ്റൈലായിട്ട് അങ്ങ് മാറിയോ, എങ്കിൽ പിന്നെ അവന്റെ കല്യാണത്തിന് നിങ്ങൾ കുടുംബത്തോടെ പോകുമോ? ഞാൻ കുറച്ച് കള്ളൊക്കെ പറഞ്ഞ് ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. കാരണം ഞാൻ ആദ്യത്തെ വെഡിങ് അറ്റൻഡ് ചെയ്യുന്ന നിന്റെ ആയിരിക്കും. ഇനി പറ മോനെ ആ നടിയുടെ കാര്യം ഇപ്പൊ എന്തായി എന്ന് ഇങ്ങേര് ചോദിക്കുമ്പം അവനാണ് അവർ തമ്മിലൊരു ബന്ധമില്ലെന്ന് പറഞ്ഞ് അവനും പെട്ടെന്ന് പറയുമ്പം ഇത് കേട്ട് അങ്ങേരും ഇവൻ ആളെ കാണാൻ ഡീസന്റ് ആണെങ്കിലും ഇവ സംസാരിക്കുന്ന കുറച്ച് കൊള്ളുന്ന രീതിയിലാന്ന് പറയും. അതുകൊണ്ട് ഇവന്റെ സംസാരത്തിന് ഭയങ്കര ഷാർപ്പാന്ന് പറയുമ്പം ഹോജിൻ ആലോചിച്ച് നോക്കും അവനപ്പ ചാമിഹയോട് പറഞ്ഞപ്പോഴും അവൾക്ക് നല്ലോണം വിഷമായി കാണുമെന്ന്. അങ്ങനെ അതുകൊണ്ട് അടുത്ത സെക്കൻഡ് അവൻ അവളെ കണ്ട് സോറി പറയാൻ വേണ്ടി പോകുമ്പം അവളാണ് ഇവനെ കണ്ടപ്പോ തന്നെ ഇന്നലെ അവൻ ലിഫ്റ്റിൽ നിന്ന് സംസാരിച്ച കണ്ടു കാണുമല്ലോ എന്ന് പറഞ്ഞ് അന്നത്തോടെ ആ TV ഷോയിലുള്ള ആൾക്കാരൊന്നും ഇവളോട് കോണ്ടാക്ട് പോലും ചെയ്യുന്നില്ലെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് മിക്കവാറും ഇവളെ ജോലിയിൽ നിന്ന് പുറത്തായി കാണുമെന്ന് പറയുമ്പം അവൻ പെട്ടെന്ന് ഇവനെന്ന് കുറച്ച് ഓവറായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞ് ഇവളോട് സോറി പറയും. അപ്പോഴാണ് അവളും സോറി അവനല്ല പറയേണ്ട, ഇവളെ പ്രൊഡ്യൂസർ ജീസനെ കുറിച്ചൊക്കെ സംസാരിച്ച് ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ആയിപ്പോയെന്ന് പറഞ്ഞ് ഇവനോട് സോറി പറയും. അതിനുശേഷം അവനും മറ്റേ ഡൊറാമിയുടെ കാര്യം എന്തായും ചോദിക്കുമ്പോൾ അവൾ ഇന്നലത്തോടെ പിന്നെ ഡൊറാമി അന്നില്ലെന്ന് പറയും. ഒരേശം അവൾ അങ്ങനെ സംസാരിച്ചോണ്ടാണ് ഡൊറാമി പേടിച്ചു പോയെന്ന് ഇവളും ചിരിച്ചുകൊണ്ടിരിക്കുമ്പം അവനാണ് എന്നും പറഞ്ഞ് ഇനി വീണ്ടും അങ്ങനെ സംസാരിക്കില്ലെന്ന് പറഞ്ഞ് അവളെ കെയർഫുൾ ആയിട്ടിരിക്കാൻ പറയും. അങ്ങനെ അതിനുശേഷം ഇവർ അവിടെ നിന്ന് ഒരുമിച്ച് നടന്നു പോകുമ്പോൾ അവളാണ് അവർക്ക് വേറെ ട്രാൻസ്ലേറ്റർ ഒന്നും കിട്ടില്ലെന്ന് പറഞ്ഞ് വേണം ഇവൻ ഇപ്പോഴും ആ കല്യാണത്തിന് പോകാതിരിക്കാൻ വേണ്ടി ഈ ജോലി വീണ്ടും ഏറ്റെടുക്കാൻ പറയും. അപ്പോഴാണ് അവനും അവര് കുറെ സമയത്ത് വിളിച്ചുകൊണ്ടിരിക്കുക ഇവനെ ഫോൺ എടുക്കാത്തെന്ന് പറയും. അത് കേട്ടതോടെ അവളും പക്ഷെ ഇവളെ ആരും വിളിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഇവനെ മാത്രമേ അവർക്ക് ആവശ്യമുള്ളെന്ന് അവളൊരു സങ്കടത്തിൽ പറയും. കാരണം ഡൊറാമയ്ക്ക് ശേഷം ഇവൾക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി എല്ലാം കുറെ സൈക്കോ ക്യാരക്ടേഴ്സ് ആയിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഒരു റൊമാൻറ്റിക് TV ഷോ കിട്ടിയെന്ന് പറഞ്ഞ് ഇപ്പൊ ആ ചാൻസ് പോയി കിട്ടിയെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇനി വിദേശത്ത് നിന്ന് നോർത്തേൺ ലൈറ്റ്സ് ഒന്നും ഇവൾക്ക് കാണാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ അവനും ആ സ്ഥലത്ത് അവനും പോകാൻ ആഗ്രഹമുണ്ടെന്ന് പറയും. അപ്പോഴാണ് അതേസമയം ഇവൾക്കൊരു ഫോൺ കോൾ വരും. അങ്ങനെ അതുകൊണ്ട് അവനൊരു സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് ഇവൾ ഫോണിൽ സംസാരിക്കുമ്പോഴാണ് അവനാണ് വിളിച്ചാൽ ഇവളുടെ മാനേജറാണ് ചോദിക്കും. അപ്പോഴാണ് അവളും ഒരു ഷോക്കോടെ ആ TV ഷോയിലെ ആൾക്കാർ വീണ്ടും വിളിച്ച് ഇവളെ തന്നെ ഫീമെയിൽ ആക്ട്രസ് ആക്കി മാറ്റിയെന്ന് പറയുമ്പോൾ അവനെങ്കിൽ പിന്നെ നല്ല കാര്യമില്ലെന്ന് പറഞ്ഞ് ഇത്ര സമയം അതിനെക്കുറിച്ച് ആലോചിച്ചാൽ ഇവൾ വിഷമിച്ചെന്ന് ചോദിക്കും. അതുകൊണ്ട് ഇനി അവിടെ ചെന്ന് നോർത്തേൺ ലൈറ്റ്സ് ഒക്കെ കണ്ട് ഇവൾക്ക് ഈ ട്രിപ്പ് എൻജോയ് ചെയ്യുന്ന പറയുമ്പോൾ അവളാണ് പേടിച്ചിട്ട് ഡൊറാമയെ കുറിച്ച് അറിഞ്ഞിട്ടും നിനക്കെങ്ങനെ ഇങ്ങനെ പറയാൻ സാധിക്കുന്നു, എനിക്ക് അവിടുത്തെ ഭാഷയൊന്നും അറിയാത്തോണ്ട് എനിക്കുള്ള പ്രശ്നം എനിക്ക് ആരോടും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്നെ കുറിച്ച് ഫുൾ അറിയാവുന്ന ഒരാളെ കൂടെ വിളിച്ചോണ്ട് പോയാലേ എനിക്ക് സമാധാനമാകത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് മൊത്തത്തിൽ ഭ്രാന്ത് പിടിക്കുന്നു, ഞാൻ ഇവിടെ പേടിച്ചു വരിക. അതുകൊണ്ട് അങ്ങനെ ഒരു വ്യക്തിയെ കൂടെ കൂട്ടിക്കൊണ്ടുപോകുന്നത് നീ എന്തോ പറയുന്നു എന്ന് അവൾ ചോദിക്കുമ്പം അവനാണ് ഇവൾ എന്തോ പറയാൻ വരുന്നതെന്ന് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ അത് കൊള്ളാന്ന് പറയും. അതോടെ അവൾ കൈയെടുത്ത് ഇവനെ കെഞ്ചാൻ തുടങ്ങും ദയവ് ചെയ്ത് അവളുടെ കൂടെ ഈ പ്രോജക്റ്റ് കൂടെ കാണണമെന്ന്. ഒരേ ശിവളുടെ കൂടെ കറങ്ങുന്നത് അവനൊരു പേടിയുണ്ടോ ചോദിക്കുമ്പം അവനാണ് ആർക്കാ പേടിയെന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് ഷോ കാണിക്കാൻ തുടങ്ങും. അതോടെ അവൾ ആ ചാൻസ് യൂസ് ചെയ്ത് പേടില്ലെങ്കിൽ എങ്കിൽ പിന്നെ നമുക്ക് ഒരുമിച്ചോ അവിടെ നമുക്ക് ആകാശത്ത് ആ നോർത്തേൺ ലൈറ്റ്സ് ഒക്കെ കണ്ട് ഒരുമിച്ച് എൻജോയ് ചെയ്യാം എന്നിട്ട് അവളും ഡാൻസ് ഒക്കെ കാണിച്ച് കുറച്ച് സന്തോഷത്തിരിക്കുമ്പം ഇത് കണ്ട് അവന് ചിരി വന്നാലും അത് വലുതായിട്ട് പുറത്ത് കാണിക്കാതെ അവനും വരാൻ സമ്മതിക്കും. അങ്ങനെ അതോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു താഴെ കമന്റിൽ പറയുക. ഇനി വരാൻ പോകുന്ന എപ്പിസോഡിന് വേണ്ടി എല്ലാവരും ഇപ്പൊ തന്നെ ലൈക്ക് ഇട്ട് വെയിറ്റ് ചെയ്തോ. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ പെട്ടെന്ന് തന്നെ കാണാം.